മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച് വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളോട് കൈമാറി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാവിനാൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും കരുതപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. യിരെമ്യാവിൻ്റെ നിലവിളിയാണ് ആ പുസ്തകത്തിനകത്ത് നമുക്ക് ആഴമായി കാണാൻ കഴിയുന്നത്. എവിടെയാണോ ഒരു ദൈവഭക്തൻ നിലവിളിക്കുന്നത് അവിടെ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ പകൽക്കാലവും അവൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, രാത്രിയെങ്കിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക, വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്ന് കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. വളരെ ആഴമേറിയ ഒരു സന്ദേശമാണ്. അതിനകത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയരെ, വിലാപങ്ങളുടെ പുസ്തകം 2:19 യിരെമ്യാവ് ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. എപ്പോൾ എഴുന്നേൽക്കണം? യാമാരംഭത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആമേൻ ഹൃദയത്തെ വെള്ളം പോലെ പകർന്ന് നിലവിളിക്കണം. കാരണം എന്തിന്? വീഥികളുടെ തലയ്ക്കലൊക്കെയും ഒരു തലമുറ വിശന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പകൽക്കാലം ഈ സന്ദേശത്തിന് അധികം കാതലുണ്ട്, അധികം ആഴമുണ്ട്. കാരണം ഒരു തലമുറ നശിക്കുന്നതിൻ്റെ നടുവിലാണ് നാം നിലനിൽക്കുന്നത്. ഈ പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ കരയേണ്ടത് ഏറ്റവും കൂടുതൽ തലമുറകളെ ഓർത്താണ് കരയേണ്ടത്. അതുകൊണ്ടാണ് ഗലീലിയ സഹോദരിമാർ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്ന നിലവിളിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, ഗലീല പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ നശിച്ചു പോകുന്ന തലമുറയെയും ഓർത്ത് കരയണം. ഇന്ന് പകൽക്കാലം കരയുവാൻ ദൈവം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടെ യിരെമ്യാവ് ഓർമ്മപ്പെടുത്തുകയാണ്, കൈമലർത്തി ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണം. നാം ജീവിതത്തിനകത്ത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോ ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുള്ളവൻ്റെ കുടുംബം തകരില്ല, പ്രാർത്ഥനയുള്ളവൻ്റെ ആത്മീകത തകരില്ല, പ്രാർത്ഥനയുള്ളവൻ്റെ തലമുറകൾ തകരില്ല. ആർക്കെല്ലാം പദ്ധതി ഒരുക്കിയാലും, ആരെല്ലാം നമുക്കെതിരെ രഹസ്യ അജണ്ടകൾ ഒരുക്കിയാലും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ യിരെമ്യാവ് പറയുന്ന ഒരു പദം ശ്രദ്ധേയമാണ്. എപ്പോൾ പ്രാർത്ഥിക്കണം? നിങ്ങൾ എഴുന്നേൽക്കണം, യാമാരംഭത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിലവിളിക്കണം. പ്രിയരെ, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ യാമങ്ങൾക്ക് ആഴമേറിയ പ്രത്യേകതകളുണ്ട്. യാമങ്ങൾ കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. യാമങ്ങൾ രാത്രിയുടെ വിവിധമായ നിശബ്ദതകൾക്കകത്ത് ചലിക്കുന്ന ചില സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. ഒട്ടനവധി യാമങ്ങൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് 3 യാമങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, രാത്രിയെ തരംതിരിച്ചു പറയുന്നതാണ് യാമം എന്ന് പറയുന്നത്. രാത്രിയുടെ സമയത്തെ വിഭജിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന സാഹചര്യമാണ് യാമം എന്ന് പറയുന്നത്. രാത്രിയുടെ നിശബ്ദത ആരംഭിക്കുന്നത് നമുക്കെല്ലാവരും അറിയാം, 6 മണി മുതലാണ്. 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെയുള്ള സീസൺ അല്ലെങ്കിൽ സമയത്തെയാണ് നാം രാത്രി എന്ന് വിളിക്കുന്നത്. ആ രാത്രിയെയാണ് പലതരത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാർ അവരുടെ ജീവിത പശ്ചാത്തലവുമായുള്ള ബന്ധത്തിലൊക്കെ യാമങ്ങളായി തരംതിരിക്കുന്നത് കാണാൻ കഴിയുന്നു. പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 യാമങ്ങൾ കാണാൻ കഴിയില്ല. പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ 3 യാമങ്ങളേ ഉള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കും, ദൈവദാസനെ, എന്തുകൊണ്ട് പുതിയ നിയമത്തിനകത്ത് 4 യാമങ്ങൾ വന്നു, പഴയ നിയമത്തിനകത്ത് 3 യാമങ്ങൾ വന്നു? യാമം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, രാത്രിയുടെ സമയത്തെ വേർതിരിച്ച് പഠിക്കുന്ന ഒരു അളവുകോലാണ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായ സീസണുകളാണ്. പക്ഷേ പ്രിയരെ, പഴയ നിയമത്തിനകത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ
മലാക്കി വരെ നാം പിടിച്ചു കഴിഞ്ഞാൽ 3 യാമങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യിരെമ്യാവ് പറയുന്നത്, യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. 1-ാമത്തെ യാമം, അവിടെയാണ് യിരെമ്യാവ് വിലാപങ്ങളിൽ പറയുന്ന യാമം എന്ന് പറയുന്നത്. 3 യാമങ്ങൾ മാത്രമേ പഴയ നിയമത്തിനകത്ത് കാണാൻ കഴിയുള്ളൂ. പക്ഷേ പുതുനിയമത്തിനകത്ത് 4-ാം യാമം എന്ന് പറയുന്ന ഒരു യാമവും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇല്ലാത്തത് പുതുനിയമത്തിനകത്ത് കയറി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രത്യേകതകളൊന്നുമില്ല, എങ്കിലും ഒരു ചരിത്ര പശ്ചാത്തലം അതിനകത്തുണ്ട്. പഴയ നിയമത്തിനകത്ത് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇസ്രായേലിനകത്ത് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ദൈവവചനവും ന്യായപ്രമാണവുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ പുതുനിയമത്തിനകത്ത് ചരിത്രം മാറുന്നുണ്ട്. കാരണം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാരും റോമൻ ഗവൺമെൻറ്റും തമ്മിൽ റോമൻ ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. റോമാക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ കാലഘടികാരം, അവരുടെ സമയം യഹൂദന്മാരും സ്വീകരിക്കേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു ഭരണമാണ് റോമൻ ഭരണം. അതുകൊണ്ട് റോമൻ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് 4 യാമങ്ങളായി പുതുനിയമത്തിനകത്ത് അവിടെ രാത്രിയെ തരംതിരിച്ച് കാണാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണം, ആഴമേറിയൊരു ചിന്തയാണ്. 1-ാമത്തെ യാമത്തിലാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ യിരെമ്യാവ് പറയുകയാണ്, യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. അമ്മേൻ, ഹല്ലേലൂയ. യാമങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് 6 മണി മുതലാണോ? വൈകുന്നേരം 6 മണി മുതലാണ് രാത്രി ആരംഭിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ കഴിയില്ല. സൂര്യൻ എവിടെയൊക്കെ ഓടി മറഞ്ഞു. രാത്രി വേഗത്തിൽ വെളിപ്പെട്ടു തുടങ്ങും. 6 മണിയാണ് 1-ാമത്തെ യാമത്തിൻ്റെ ആരംഭം. ഞാനിങ്ങനെ പറയാം, ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ചില സമയങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് ഓടിക്കയറാറുണ്ട്. പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ മേഖലകളിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഇത്ര പ്രതിസന്ധി വരുമെന്ന്. ദൈവദാസനെ ഒത്തിരി ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെച്ചതാണ്. പക്ഷെ എവിടെയൊക്കെ ചിന്തിക്കാത്ത സമയത്ത് ചില യാമങ്ങൾ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാല ഈ യാമം കണ്ട് ഭയപ്പെടുന്നവനല്ല ഒരു ക്രിസ്തു ഭക്തൻ. വിലാപങ്ങളിൽ യിരെമ്യാവ് പറയുകയാണ്, യാമത്തിന്റെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിച്ചു കഴിഞ്ഞ അവങ്കലേക്ക് കൈമലർത്തി കഴിഞ്ഞ എമ്പ് വെളിപ്പെടുമെന്നാണ് പറയുന്നത്. അവനിൽ ജീവരക്ഷ വെളിപ്പെടും. ഈ പകൽക്കാലം ജീവരക്ഷ വെളിപ്പെടണമെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെടുന്ന യാമങ്ങൾ കണ്ടു നിൽക്കുകയല്ല, അവന്റെ മടിവിൽ മുഴങ്ങാലിരുന്ന് കരയുന്ന ഒരു ജീവിതത്തിന്റെ അകത്തളത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായി കഴിഞ്ഞ ഒരു യാമങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയാം, ഒരു ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മെ തകർത്തു കളയാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തിയോ കരമടിച്ചോ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. പ്രിയരേ, വേദപുസ്തകത്തിനകത്ത് യിരെമ്യാവ് പറയുന്നു, യാമാരംഭത്തിൽ എഴുന്നേറ്റ് കരയണം. എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി. എന്തിനു വേണ്ടി? ജീവരക്ഷയ്ക്കായി. ജീവരക്ഷയ്ക്ക് വേണ്ടി നേർച്ച നേർന്നിട്ട് കാര്യമില്ല, ഖജനാവെടി പൊട്ടിച്ചിട്ട് കാര്യമില്ല, മലകളും കുന്നുകളും കയറിയിട്ട് കാര്യമില്ല, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എൻ്റെ കൂടാരത്തിനകത്തൊന്നുപോലും ദൈവമേ തകർന്നു പോകരുത്, എൻ്റെ കുടുംബം തകർന്നു പോകരുത്. അങ്ങ് വച്ചിരിക്കുന്ന ദൈവിക പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറാതെ എൻ്റെ ജീവിതത്തെ അങ്ങ് തിരിച്ചു വിളിക്കരുതെന്ന് ആഴമായൊരുവന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ അവന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് ജീവരക്ഷ വെളിപ്പെടുകയാണ്. ദൈവിക ദൂതന്മാർ ഇന്ന് പകൽക്കാലം നിന്നെ നിർബന്ധിക്കുകയാണ്. ലോത്തേ, നിന്നെ നിർബന്ധിക്കുകയാണ്. ദൂതൻ ലോത്തിന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ട് നിർബന്ധിക്കുന്നത് പോലെ ആരൊക്കെ നിർബന്ധിക്കുകയാണ്. ഇന്ന് പകൽ നിനക്ക് പുറത്തു വരണമോ? നിനക്ക് ഇന്ന് പകൽക്കാലം പുറത്തു വരണമോ? നിന്റെ സഭ പുറത്തു വരണമോ? നിന്റെ കുടുംബം പുറത്തു വരണമോ? നിന്റെ തലമുറകൾ പുറത്തു വരണമോ? നിന്റെ ജീവരക്ഷ വെളിപ്പെടണമോ? ശബരമന ധുരിഖമന പരഗടക
ശബരബലഘടക ധുരീഖമന ബലഘടക ശബരാന്ധമാന ഹടകചാര വൈഡമാന ഹടധരാധ ശാരധാര ധാര ധാരം 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 മമ്മായി കരമടിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ആരാധിച്ചു തുടങ്ങ്. ഈ പകൽക്കാല കൂടാരങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ടെൻഡൻസികൾ, ഒളിഞ്ഞിരിക്കുന്ന വേഷത്തിന്റെ മ്ലേച്ഛതകൾ, തലമുറകളെ പുറകോട്ട് വലിക്കുന്ന, തലമുറകളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവജനത്തെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആത്മീയതയിൽ നിന്ന് ചില അഡിക്ഷനിലുകളിലേക്ക് കൊണ്ടുപോയി ചില പിന്നെ തകർത്ത് കളയാൻ പദ്ധതിയിടുന്ന ശത്രുവിന്റെ രഹസ്യ അജണ്ടകൾ ഈ പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. കൂടാരങ്ങൾക്കകത്ത് യാമത്തിന്റെ ആരംഭങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരട്ടെ, ഭവന പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ. കേവലം കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു പോകുന്നതിലുപരി ദൈവവുമായുള്ള ബന്ധം ഉയരട്ടെ. ഓ മാനുഷിക ബുദ്ധികൾ ഇന്ന് പകൽക്കാലം, മാനുഷിക പദ്ധതികൾ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യ്. ഇന്ന് പകൽക്കാലം മസില് പിടിച്ചതിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. നിന്നോടാ ദൈവം തൂത് പറയുന്നേ. ഇന്ന് പകൽക്കാലം ഒന്നും എന്നോടല്ലെന്ന് പറയുന്ന രീതിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇന്ന് പകൽ നിന്നോടാ ദൈവം തൂത് പറയുമേ. ജീവരക്ഷ വേണോ? യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക്. ശുശ്രൂഷ വെളിപ്പെടണമോ? യാമാരംഭത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കരയ. ആമേ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഈ പകൽക്കാലം മടങ്ങി വരട്ടെ. ശബരബരബലഗട റാന്ധരബബബബബബ ശബരബലഗടഗബര ശമാരബരബലഗടഗ റാംശബരബലഗടഗ റാംധാരകൾ ഖമാനദലഗടഗ ശരാരകൾ ഖമ അർത്ഥാമനാരകൾ ഖമ. പ്രിയരെ, ഞാൻ പറഞ്ഞു യാമം ആരംഭിക്കുന്നത് 6 മണിക്കാണ്. സന്ധ്യയിലാണ് യാമം ആരംഭിക്കുന്നത്. ഞാനിങ്ങനെ ചോദിക്കാം, 6 മണിയാകുമ്പോൾ ദേശത്തേക്ക് ഇരുട്ട് ഓടി വരത്തേ ഉള്ളൂ, വലിയ ഇരുളൊന്നും എത്തത്തില്ല. വല്ലതും പിടികിട്ടുന്നുണ്ടോ? നീ നന്നായി ഇരുളിനകത്തായി പോകില്ല, നിന്റെ കുടുംബം നന്നായി ആയി പോകത്തില്ല, ശത്രുവിൻ്റെ ബന്ധനത്തിനകത്ത് ഒതുങ്ങിപ്പോകില്ല, ശത്രു വച്ച കെണിക്കകത്ത് വീണു പോകില്ല. യാമം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നിലവിളിച്ച ഇന്ന് പകൽക്കാലം ആത്മീക ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ കളിപ്പിക്കാൻ വന്നിരുന്ന് കൈയടിക്കരുത്, ദൈവമക്കളെ കളിപ്പിക്കാൻ വന്നിരുന്ന് തുള്ളരുത്. ഈ പകൽ ജീവിതത്തിനകത്ത് യാമങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പ്, യാമത്തിന്റെ ആരംഭത്തിൽ തന്നെ കറതീർത്ത വിശുദ്ധ ജീവിതവുമാ ദൈവസന്നിധിയിൽ പോയിരുന്ന് നിലവിളിച്ചു കഴിഞ്ഞ നീ പോലും അറിയാത്തൊരു ജീവരക്ഷ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടു, നിന്റെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടു. ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൂതന്മാരെ പോലും കൊണ്ടുപോയി അവന് ജീവരക്ഷയിലേക്ക് നടത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വല്ലതും പിടി കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് ലോത്തിനെ രക്ഷിക്കാൻ ദൂതൻ ഇറങ്ങി? എന്തുകൊണ്ട് ലോത്തിനെ രക്ഷിക്കാൻ ദൂതൻ ഇറങ്ങി? ദൂതൻ ഇറങ്ങിയത് ലോത്തിന്റെ അടുത്തലല്ല ആദ്യം ഇറങ്ങിയത്. ദൂതൻ പോയത് അബ്രഹാമിന്റെ കൂടാരത്തിലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിന്റെ മുഖത്തെ മാനിച്ചാണ്. പിന്മാറ്റത്തിന്റെ സോദോമിൽ കിടക്കുന്ന, മ്ലേച്ഛതയുടെ കുപ്പക്കുന്നിൽ കിടക്കുന്ന ഒരു ലോത്തിന്റെ കൂടാരം തേടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്നെ തേടി നിന്റെ മുഖം നോക്കി ദൈവിക ദൂതന്മാർ പിന്മാറ്റത്തിൽ കിടക്കുന്ന നിന്റെ തലമുറയുടെ അടുക്കൽ ഇറങ്ങട്ട്, നിന്റെ കുടുംബത്തിന്റെ അടുക്കൽ ഇറങ്ങട്ട്, ഇന്ന് പകൽ നിന്റെ വിശ്വാസികളുടെ അടുക്കൽ ഇറങ്ങട്ട്. അവിടെ ജീവരക്ഷയ്ക്ക് വേണ്ടി
വല്ലം പിടി കിട്ടുന്നുണ്ടോ? വല്ലം പിടി കിട്ടുന്നുണ്ടോ? റാം ഷാബാരാധര റാം ധാരമനബര ഘടകധരാരകൽഖബ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സോദോമിനെ തീ കൊണ്ട് നശിപ്പിക്കാനിട്ടിരിക്കുക. ദൈവം സോദോമിനെ തീ കൊണ്ട് ഉന്മൂലന നാശം വരുത്താനിട്ടിരിക്കുക. ചിലതിനെയൊക്കെ ദൈവം ന്യായവിധിക്കിട്ടിരിക്കുക. ചിലതൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു നീക്കുപോക്കില്ല. ന്യായവിധിക്ക് കത്ത് കിടന്ന് ഉഴലുകയാ. പക്ഷെ കേട്ടോ, ന്യായവിധിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന ലോത്തിനെയും കൂടാരത്തിന്റെ അടുക്കൽ അബ്രഹാമിന്റെ മുഖത്തെ മാനിച്ച് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഈ യാമത്തിന്റെ ആരംഭത്തിൽ ചുമ്മാ കരയാനല്ല, ഹൃദയം തുറന്ന്, ഹൃദയം വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകർന്ന്, ദൈവസന്നിധിയിൽ കരയ്. ദൈവിക ദൂതന്മാർ ഇറങ്ങേണ്ട ഇടത്ത് ഇറങ്ങ്. ഒന്നാം യാമത്തിന്റെ പ്രത്യേകത ശത്രുവിന്റെ പദ്ധതികൾ തുടങ്ങുന്ന സമയം. ഹലോ, ഒന്നാം യാമത്തിന്റെ പ്രത്യേകത ഇരുള് വന്നു തുടങ്ങുന്ന സമയം. ഈ പകൽ ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ? ഇരുള് വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇരുള് വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് യാമത്തിന്റെ ആരംഭത്തിൽ കരയ്, യാമത്തിന്റെ ആരംഭത്തിൽ കരയ്. ആമേൻ. നമുക്ക് പ്രാർത്ഥന കൂടുന്നത് എല്ലാം തകരുമ്പോഴാണ്. നമുക്ക് നിലവിളി ഉയരുന്നത് എല്ലാം തീർന്നു പോകുമ്പോഴാണ്. ഹലോ, നമുക്ക് ദൈവദാസന്മാരുടെ നമ്പർ ഓർമ്മ വരുന്നത് എല്ലാം തകരുമ്പോഴാണ്, എല്ലാം തീരുമ്പോഴാണ്. ഇനി അവർ പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷത്ത് മാത്രമേ പലരും ദൈവദാസന്മാരെ തിരക്കാറുള്ളൂ. പോട്ടെ, ദൈവദാസന്മാരെ വിട, ദൈവത്തെ പോലും പലരും അങ്ങനെ തിരക്കാറുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിനകത്ത് യാമം വെളിപ്പെടുന്നതിന് മുമ്പ് കരയാനൊരു തലമുറയുണ്ടെങ്കിൽ ജീവരക്ഷ വെളിപ്പെടുത്തോ. എന്റെ ദൈവം ശക്തനാണ്. പ്രിയരേ, ഒരു വചനം കൂടെ നമുക്ക് വായിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഒന്നാമത്തെ യാമത്തിന്റെ പ്രത്യേകത. വേഗത്തിൽ. പ്രിയരെ, അവിടെ പറയുന്നു മധ്യയാമത്തിന്റെ ആരംഭത്തിൽ. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിനകത്ത് 3 യാമങ്ങളാണുള്ളത്. 2-ാമത്തെ യാമം തുടങ്ങുന്നതിന് മുമ്പ്. അർത്ഥം, ഇവിടെ ഇരമ്യാവ് പറയുന്നു 1-ാം യാമത്തിന്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ആമേ. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ദൈവം ഗിദെയോനോട് പറയുകയാണ്, ഗിദെയോനെ, 2-ാം യാമത്തിന്റെ യാമത്തിന്റെ ആരംഭത്തിൽ. അർത്ഥം, 1-ാം യാമം അവസാനിക്കുന്നതിനും 2-ാം യാമം തുടങ്ങുന്നതിനു മുമ്പ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. വചനം പറയുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകം, ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന, ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. അതിനകത്ത് ശക്തനായിരുന്ന ഒരു ന്യായാധിപനായിരുന്നു ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ. 6-ാമത്തെ അധ്യായമൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കുന്നവരുണ്ടെങ്കിൽ വായിച്ചാൽ മതി. അവിടെയാണ് ഗിദെയോനെ വിളിച്ചിറക്കുന്നത്. ഗിദെയോൻ ഇരിക്കുന്നത് ചക്കിന്റെ ഇടയിലാണ്. ഗോതമ്പ് ചക്കിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് ഒരുവൻ. അവനെ ദൈവം ഇറങ്ങിയിട്ട് പറയുക, പരാക്രമശാലിയേ, പരാക്രമശാലിയേ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ ഒറ്റ വിളിയിലുള്ള ശ്വാസവും കൂടെ
ആമേ ഒറ്റ വിളിയിലുള്ള ജീവനും കൂടെ പോയി. അവൻ അത്രയ്ക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭയമുള്ളവനാ, പേടിത്തൊന്തനാ. പക്ഷേ ദൈവം അവനെ വിളിക്കുക പരാക്രമശാലി എന്ന്. പരാക്രമശാലി എന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. 6-ാം അധ്യായത്തിനകത്ത് ദൈവജനം പാപം ചെയ്യുകയാണ്. ദൈവജനം ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ ആരാധിക്കുകയാണ്. ഞാനിങ്ങനെ പറയാൻ കേട്ടോ പ്രിയര്, സത്യം ഇതാണെന്നറിഞ്ഞിട്ട്, സത്യദൈവം ഇതാണെന്നറിഞ്ഞിട്ട്, ദൈവിക കൽപ്പന ഇന്നതാണെന്നറിഞ്ഞിട്ട് ദൈവിക കൽപ്പന ലംഘിച്ചു പോകുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഇന്നല്ലെങ്കിൽ നാളെ ന്യായവിധി ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്ന് പകൽ വിശ്വസിച്ചോണ്. ആരെയും കളിപ്പിക്കാൻ കഴിയില്ല, ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറിയ ദൈവം നിന്നെ സുരക്ഷ ദൈവിക ന്യായവിധിക്കകത്ത് നിന്നെ കടത്തിവിടാതിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പൊടുപ്പും തൊങ്ങലൊക്കെ കൊടുത്ത് പരിശോധനയുടെ നാളെന്നൊക്കെ വേണമെങ്കിൽ പ്രാസത്തിൽ പറഞ്ഞുവിടാം. എൻ്റെ ജീവിതത്തിൽ പരീക്ഷയുടെ നാളാണെന്നൊക്കെ പറഞ്ഞുവിടാം. പക്ഷേ ദൈവം നീതിയുള്ളവനാണ്. ദൈവിക കൽപ്പന വിട്ട് ഇസ്രായേൽ ജനം പുറകോട്ട് പോയപ്പോൾ, മാനുഷിക കൽപ്പനയ്ക്ക് പോയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവജനത്തെ അടിക്കാൻ ചില മിഥ്യാന്യ ശക്തികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. 7-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ഗിദെയോ ന്യായപാലനം ആരംഭിക്കുന്ന സമയത്ത് പ്രിയരെ ഇസ്രായേൽ ജനം മുഴുവനും വരണ്ട് കിടക്കുകയാണ്. വിളവൊന്നുമില്ല. വിളയാത്തത് കൊണ്ടല്ല, കൊയ്ത്ത് വെളിപ്പെടാത്തത് കൊണ്ടല്ല, കൊയ്യുന്നതെല്ലാം ശത്രു കൊണ്ടുപോകുക. കൊയ്ത്തുണ്ടോ? ഉണ്ട്. അധ്വാനമുണ്ടോ? ഉണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുക. അധ്വാനത്തിന് ഒരു കുറവുമില്ല. നമ്മൾ ശബ്ദമുണ്ടാക്കി പറയുന്നതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ കൊയ്ത്തുണ്ട്. കൊയ്ത്തിങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. കൊയ്ത് ശത്രുക്കൾ കൊണ്ടുപോകുക. നീ കൊയ്യേണ്ടത്, നിന്റെ തലമുറ കൊയ്യേണ്ടത്, നിന്റെ കുടുംബം കൊയ്യേണ്ടത്. കുഞ്ഞെ, നീ നോക്കി നിൽക്കുമ്പോൾ ശത്രുക്കൾ കൊണ്ടുപോകുന്നുണ്ടോ? നിന്റെ കയ്യിൽ വരുന്ന നന്മയ്ക്കൊരു കണക്കില്ല. പക്ഷെ നീ അറിയാതെ അത് ഒഴുകിപ്പോകുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ചില മിഥ്യാന്യ ശക്തികളുടെ കയ്യിൽ നിന്ന് എൻ്റെ കുടുംബത്തെ വിടുവിക്കണമേ, എൻ്റെ കുടുംബത്തെ വിടുവിക്കണമേ, എൻ്റെ കുടുംബത്തെ വിടുവിക്കണമേ, എൻ്റെ തലമുറകളെ വിടുവിക്കണമേ. നന്നായി കരമടിച്ചു ദൈവത്തിന് നല്ല ആരാധന കൊടുത്തോട്ട്. ഓ ശാമരാമ രംഭമാല വൈഡബാല, വലിയ ദൈവശക്തി, വലിയ ദൈവശക്തി ഈ പകൽക്കാലം വ്യാപരിക്കുകയാണ്. വലിയ ദൈവശക്തി ഈ പകൽക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിക്കുകയാണ്. ഇരുളിന്റെ ചില ശക്തികൾ ഈ പകൽക്കാലം വിട്ടുമാറത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആഴമേറിയ ചലനങ്ങൾ ഈ പകൽ സംഭവിക്കുകയാണ്. ഓ, നീ അധ്വാനിക്കുന്നുണ്ടോ? അധ്വാനിക്കുന്നുണ്ട്. നീ നന്മ കാണുന്നുണ്ട്. പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നില്ല. കൊയ്യുമ്പോൾ മിഥ്യാനിയര്, കൊണ്ടുപോകുമ്പോൾ മിഥ്യാനിയര്. ഈ പകൽ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ട നന്മകള് കൊണ്ടുപോകുന്ന എല്ലാ മിഥ്യാനിയ ശക്തികളോട് ഈ പകൽ ദൈവസഭ യുദ്ധം. ജനം വിടിവിക്കപ്പെടുന്നുണ്ട്. പുതിയ കുടുംബങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കൊയ്ത്ത് കാണാൻ കഴിയുന്നില്ല. ചിലവിനെ മിഥ്യാന്യ ശക്തികൾ കൊണ്ടുപോകുക. ഈ പകൽ ദൈവ ചില മിഥ്യാന്യരുടെ കയ്യിൽ നിന്ന് ചില പാഠങ്ങള്, ചില കൊയ്ത്തുകള് ദൈവം മടക്കി തരികയോ. പോരാ, ഇങ്ങനെ സ്തുതിച്ച പോരാ, ഇങ്ങനെ ആരാധിച്ച പോരാ. വലിയ ദൈവിക ശക്തി, വലിയ ദൈവ സാന്നിധ്യം, ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ വലിയ ദൈവപ്രവൃത്തി നടക്കുക. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ, ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോ, നിന്റെ കൂടാരത്തിനകത്ത് ശത്രുവിട്ട സ്വാധീനങ്ങൾ, രഹസ്യ അജണ്ടകൾ, നിന്റെ സഭയ്ക്കകത്ത് ശത്രുവിട്ട ചില രഹസ്യ അജണ്ടകൾ, അവന്റെ മാസ്റ്റർ പ്ലാനുകൾ ഈ പകൽ ഫലയോ. What a presence!
Ratarabala, Vidabala, Hatagatara, Shabala, Hatagatara, Tara, 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 Shabala, Hatagatara. Oh, നിനക്ക് കിട്ടേണ്ട പ്രൊമോഷൻ ആരോ തട്ടിക്കൊണ്ടുപോകുക. നിനക്ക് കിട്ടേണ്ട നന്മകൾ നിന്റെ കൈവെള്ളയിൽ നിന്ന് ആരോ എടുത്തു മാറ്റുക. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട വിടുതലുകൾ ഏതൊക്കെ മിഥ്യാന ശക്തി ഒളിച്ചിരുമ അവ അപകരിക്കുക. ഈ പകൽ ജയിച്ചു മുന്നേറ്. ഈ പകൽ ജയിച്ചു മുന്നേറ്. സൈന്യത്താലല്ല, ശക്തിയോടല്ല, ദൈവത്തിന്റെ ആത്മാവിനോ. ഈ പകൽ ദൈവസഭ ചില മിഥ്യാനിയ സ്വാധീനങ്ങളെ പൊളിക്കുക. നാളുകളായി ചിലവിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ കൊള്ളയിട്ട സകല മിഥ്യ പ്രാർത്ഥിച്ചതിന് കണക്കില്ല. ഉപവസിച്ച ആണ്ടുകൾക്ക് ദിവസങ്ങൾക്ക് എണ്ണമില്ല. പക്ഷെ നന്മ പ്രാപിക്കാൻ കഴിയുമില്ല, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല, കൊയ്യാൻ കഴിയുമില്ല. കൊയ്യുന്നുണ്ടോ? പക്ഷെ കൊയ്തു തുടങ്ങുമ്പോ കൊയ്വ മുഴുവനും കൊണ്ടുപോകുകയോ. Oh, what a mighty presence. Ram Shaba Rathuri. Rathara. പ്രിയരെ, അധ്വാനിക്കുന്നത് നീയാ കഷ്ടപ്പെടുന്നത് നീയാ. ആമേ രാത്രി മുഴുവൻ, ആമേ പകല് മുഴുവനും അധ്വാനിക്കുന്നത്. ഒരായുസ് മുഴുവനും അധ്വാനിച്ചു, ഒരു നന്മയും നിന്റെ കയ്യിലില്ല. ഇന്നും നിന്റെ കരം ആമേ ശൂന്യമാ. പലപ്പോഴും കരമുയർത്തി നീ ചോദിക്കാറുണ്ട്, കർത്താവേ ഈ കൈ കൊണ്ട് അധ്വാനിച്ചതൊന്നും ഇന്നെൻ്റെ കൂടെ ഇല്ലല്ലോ. പല നന്മകളും എൻ്റെ മുമ്പിൽ കണ്ടു, പക്ഷെ ഒന്നും എൻ്റെ തലമുറകൾക്കോ എനിക്കോ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് പകൽ ദൈവം പറയുക, കുഞ്ഞേ മിഥ്യാനികളുടെ സ്വാധീനം വിടണമോ? നീ ദൈവത്തോട് അടുത്തുക. ദൈവം അയച്ച ചില ബാധകളാണ്, ദൈവം അയച്ച ചില ആമേൻ ആമേൻ. ആമോസിന്റെ പ്രവചന പുസ്തകമാണെന്ന് തോന്നുന്നു. അവിടെ പദങ്ങളുണ്ട്. ആമേ പച്ചപ്പുഴും തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരം ദൈവം യോവേലിന്റെ പുസ്തകത്തിനകത്ത് ദൈവം മടക്കി കൊണ്ടുവരികയാ. എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നതുകൊണ്ട് പറയാ, പ്രിയരെ, ഈ വെട്ടിക്കിളി അയച്ചത് സാത്താനല്ല, ഈ തുള്ളനെ അയച്ചത് സാത്താനല്ല. വേദപുസ്തകം നിങ്ങൾ പോയി യോവേലിന്റെ സംവത്സരം പുസ്തകം വായിച്ചു നോക്കണം. ഇതെല്ലാം അയച്ചത് ദൈവജനം. യോവേൽ സംവത്സരത്തിൽ നകന്നുപോയി, ദൈവജനം ദൈവത്തിൽ നകന്നുപോയി, ദൈവത്തിന്റെ പ്രമാണത്തിൽ അകന്നുപോയപ്പോ ഇവർ അധ്വാനിക്കുന്നുണ്ട്. വിളമൊക്കെ പാകമായി വരുന്നുണ്ട്, വിളമൊക്കെ കൊയ്ത്തിന് റെഡിയായി വരുന്നുണ്ട്. പക്ഷേ അവർ നോക്കി നിൽക്കെ ദൈവം വെട്ടിക്കിളി അയക്കുകയാ, ദൈവം തുള്ളനെ അയക്കുകയാ. ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതന്മാരെ അയച്ച് അവർ കൊയ്തു വയ്ക്കാമെ കൊയ്തെടുക്കേണ്ട സകലത് വെട്ടിക്കിളികൾ എല്ലാം തിന്നുകളയുകയാണ്. ദേശം വരണ്ടു പോകുകയാണ്. പക്ഷേ അവിടെ ഒരു ദൂതുണ്ട്, നിങ്ങൾ മനം തിരിഞ്ഞെങ്കലേക്ക് വന്ന വെട്ടിക്കിളിയും തുള്ളന് പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ മടക്കിത്തരാ. ഈ പകൽ മിഥ്യാനിയർ കൊണ്ടുപോകുന്നു. എമ്മല്ലേ നിനക്ക് സങ്കടം? ഈ പകൽ ദൈവം പറയുക, ദൈവിക പ്രമാണത്തിൽ വാ, ദൈവിക വ്യവസ്ഥയിൽ വാ, ദൈവിക നീതിയിൽ വാ, ദൈവ സാന്നിധ്യത്തിൽ വാ. ഞാനിങ്ങനെ പറയാം പ്രിയരെ, ദൈവിക വ്യവസ്ഥയിൽ നാം വന്നാൽ
ദൈവിക പ്രമാണത്തിൽ നാം വന്നാൽ, ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ, ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതുപോലെ നിന്ന, ഒരുപക്ഷെ നല്ലതൊന്നും ഈ ജീവിതത്തിനകത്ത് ഇന്ന് കണ്ടില്ലേലും, നല്ലതൊന്നും നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടില്ലേലും, നിന്റെ മുൻപിൽ നന്മ നിരത്തി വെക്കുന്നൊരു സീസൺ വെളിപ്പെടും. നന്മകൾ കാണിക്കുന്നൊരു നാലാം യാമം വെളിപ്പെടും. ദൈവം എഴുന്നള്ളി വരുന്ന യാമ വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു, പ്രിയരെ, മിഥ്യാനിയർ ഇസ്രായേലിന്റെ നന്മ മുഴുവനും കൊണ്ടുപോകുക. അധ്വാനിക്കുന്നത് ഇസ്രായേൽ, നന്മ മിഥ്യാനിയ പാളയത്തിനകത്ത്. അവരുടെ നെൽമണികൾ, ധാന്യങ്ങൾ, അവരുടെ സകല നന്മകളും മിഥ്യാനിയർ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണേ, വചനം പറയുന്നു, ഗിദെയോൻ മിഥ്യാനിയർക്കെതിരെ എഴുന്നേൽക്കാൻ ദൈവം അവനോട് പറയുമ്പോൾ അവൻ വലിയൊരു വിളംബരം ചെയ്യുകയാണ്. ഹെരോദ് എന്ന് പറയുന്ന കിണറിൻ്റെ അടുക്കൽ, ഉറവയുടെ അടുക്കൽ, അതാണ് മലയാളം, ഉറവയുടെ അടുക്കൽ സകലരെയും വിളിക്കുകയാണ്. മിഥ്യാനിയരോട് തൻ്റെ ഇടത്തോടെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള സകലരെയും വിളിക്കുകയാണ്. ഏകദേശം 22,000 പേർ ഹെരോദ് ഉറവയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. 7-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, കാണാൻ കഴിയുന്ന 22,000 പേർ കൂടി. 22,000 പേർ കൂടിയിട്ട് അവർ പറയുക, നമ്മുടെ നന്മകളെല്ലാം കൊണ്ടുപോകുന്ന മിഥ്യാനിയരെ നമ്മൾ ഇന്ന് തകർത്തിട്ടേ പോകൂ. ഈ യാമം കഴിയുന്നതിന് മുമ്പ് തകർത്തിട്ടേ പോകൂ. ഇവരെല്ലാവരും അതിരാവിലെ ഒന്നിച്ചു കൂടുക. പക്ഷെ ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനെ, നിന്റെ ബുദ്ധി ഉപയോഗിക്കരുത്, ഞാൻ പറയുന്നത് നീ ചെയ്യ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാ, നീ പഠിച്ച പണി 18 നോക്കിയില്ലേ, രക്ഷപ്പെട്ടില്ലല്ലോ. എന്തെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഒളിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെ പല പദ്ധതിയും നീ ഒരുക്കിയില്ലേ, ഒന്നും ജീവിതത്തിൽ നിറവേറിയില്ലല്ലോ. കണ്ണിന്റെ മുൻപിൽ എല്ലാ പദ്ധതികള് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണില്ലേ. ഈ പകൽക്കാല രഹസ്യ പദ്ധതികളെ വിട്ടിട്ട് ദൈവിക പദ്ധതിയിലേക്ക് കയറി വാ. ദൈവിക പദ്ധതിയിലേക്ക് കയറി വാ. പ്രിയരെ, നമ്മൾ ആരാധിക്കാൻ പോവാ. ആരാധിക്കാം. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ. ഈ 22,000-ഓളം പേർ, 20,000-ത്തിലധികം പേർ ഹെരോദിലെ ഉറവയുടെ അടുക്കൽ വന്നുകൂടി. ഇവരെല്ലാവരും ഒരുമിച്ച് ഗിദെയോൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗിദെയോനോട് പറഞ്ഞു, ഇവരാരും വേണ്ട, 22,000 പേർ അധികമാണ്, ഇവരൊന്നും മിഥ്യാനിയരെ തോൽപ്പിക്കാൻ വേണ്ട. ഗിദെയോൻ ചോദിച്ചു കാണും, എൻ്റെ പിതാക്കന്മാർ നന്നായി പരിശ്രമിച്ചിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, അവരെ മാറ്റാൻ പറ്റിയിട്ടില്ല, അവരെ ഓട്ടിച്ച് കളയാൻ നോക്കിയിട്ട് നടന്നില്ല. ഇന്ന് പകൽ നിനക്കും എഴുന്നേറ്റെന്ന് പറയാൻ കാണോ, എൻ്റെ പിതാക്കന്മാർ, ഒത്തിരി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, ഒത്തിരി കുടുംബങ്ങൾ എനിക്ക് വേണ്ടി ജാഗരിച്ചു, ഒത്തിരി പേർ എനിക്ക് ഇടിവിൽ നിന്നു, ഇതുവരെയും വിടുതൽ ഞാൻ കണ്ടില്ല. ഇന്ന് പകൽക്കാലം, ഇന്നലകളിൽ ആരുടെ കൂടെയൊക്കെ ദൈവം നിനക്ക് വേണ്ടി ചലിച്ചു എമ്മവല്ല വിഷയം. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് വ്യത്യസ്തമായാണ്. ഇന്നലകൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെയല്ല. ദൈവം ഈ പകൽക്കാലം വ്യത്യസ്തമായി ചിലവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ 2025 അവസാനിക്കാൻ ഇനി ചില ആഴ്ചകളേ ഉള്ളൂ. പക്ഷെ ദൈവം എന്നോട്, ദൈവസഭയോട് പ്രവചിക്കാൻ പറയുന്നു, നീ പോലും ചിന്തിക്കാത്ത വഴികൾ, ചിന്തിക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. മമ്മായി റാബാരാബാരാ ധാരാബാല ഹടഗബാര വൈഡബാല ശബാരധ ശബരബബബബ ശരധരബബബബ. ആമേൻ. പുതിയത് ഈ പകൽ തുറമ വരട്ടെ. പുതിയ ഇതുവരെ നീ കണ്ണുകൊണ്ട് കാണാത്ത ചിലവ്, ഇതുവരെ നിന്റെ ചിന്തയിൽ തോന്നാത്ത ചിലവ്. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു,
ഒരു പ്രതീക്ഷയില്ലാത്ത ചില നന്മകൾ, പ്രതീക്ഷയില്ലാത്ത ശത്രു അടച്ചു പൊളഞ്ഞ് ചില കിണറുകൾ ഈ പകൽക്കാലം പൊങ്ങി വരികയാ. ചില കിണറുകൾ പൊങ്ങി വരികയാ. ശത്രു മണ്ണിട്ട് മൂടിയത് കൃപ മാർപ്പിട്ടപ്പോ അബ്രഹാമിന്റെ കാലത്ത് കുടിച്ച കിണർ മരുഭൂമിയിൽ പൊങ്ങി വന്നതുപോലെ ഈ പകൽ ദൈവജനത്തിനു വേണ്ടി പിതാക്കന്മാർ ആരംഭിച്ചിട്ട ചില പദ്ധതികൾ പിതാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ച ചിലവ് നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഈ പകൽക്കാല ചിലവ് ചെയ്യുമോ? ഇറങ്ങി ചിലവിന്റെ തലയിൽ കൈവയ്ക്കണമെന്നുണ്ട്. പക്ഷെ ഈ പകൽ ദൂതന്മാർ ചിലവിനെ തൊട്ട് ചിലവിനെ പിറത്തെടുക്കുക. ചിലവിന്റെ മേൽ ദൈവിക ദൈവികമായ ചില വാതിലുകൾ, ദൈവികമായ ചില വഴികൾ പുതിയ തുടക്കം. പുതിയ ആക്സിലറേഷനുകൾ സംഭവിക്കുന്നു. Amen. Ram Shabara. ആലയത്തിനെതിരെ ഉയരുന്ന എല്ലാ രാക്ഷസ വെല്ലുവിളികളും അട്ടഹസിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ഇവിടെ ആരാധന ഉയരുമ്പോ ആലയത്തിന്റെ മുൻഭാഗത്ത് വെല്ലുവിളിയോടെ ഉയർന്നു നിൽക്കുന്ന ചില രാക്ഷസ വെല്ലുവിളികൾ ഈ പകൽ വെട്ടേറ്റു വീടുന്നു. ദൈവസഭ ആരാധിക്കുമ്പോ ചിലവിന്റെ അട്ടഹാസങ്ങൾ ഈ പകൽക്കാല ദൈവം we cancel it. We cast out in the name of Jesus. കൃപ അമ്മേ. ഈ പകൽ ദൈവം പറയുക, നിന്റെ വഴിയല്ല കുഞ്ഞെ, ഞാൻ എൻ്റെ വഴിയിൽ ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. നിന്റെ പദ്ധതി അല്ല കുഞ്ഞെ, നിന്റെ പ്ലാൻ അല്ല കുഞ്ഞെ, നീ ഒരുക്കിയ സകല പ്ലാനും ഈ പകൽ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യ്. ദൈവത്തിന്റെ മുൻപിൽ വയ്ക്ക്. നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല, നിന്റെ പ്ലാനുകൾ ഒന്നും നടക്കില്ല. ദൈവത്തിന്റെ മുൻപിൽ സറണ്ടർ ചെയ്യ്. ദൈവ ചിലവ് ആശ്ചര്യമാകത്തക്ക രീതിയിൽ പ്രിയരെ,
നമ്മുടെ പ്രാർത്ഥന മുഴുവനും കർത്താവേ എനിക്ക് വേണ്ടി നീ അങ്ങനെ ചെയ്യണേ. നമ്മൾ ദൈവദാസന്മാരോട് പറയും, പാസ്റ്ററേ എനിക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ പകൽക്കാലം ആ പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ദൈവത്തോട് പറ, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, നിന്റെ പദ്ധതി, നിന്റെ ഹിതം, നിന്റെ വഴികൾ, നിന്റെ വിചാരങ്ങൾ നീ എനിക്ക് വേണ്ടി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഒരുക്കിയ ചില ശ്രേഷ്ഠ പദ്ധതികൾ അപ്പായേ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. ഗിദെയോൻ പറയുക, ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്നെന്റെ കൂടെ 20,000-ലധികം പേരുണ്ട്. പക്ഷെ ഗിദെയോനോട് ദൈവം പറയുക, ഗിദെയോനെ അത് നിന്റെ ബുദ്ധിയുടെ വഴിയാ, അതല്ലട എന്റെ വഴി. എന്റെ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുക. 2025 നവംബർ 16 ദൈവം ദൈവസഭയോട് പ്രവചിക്കുക, നിന്റെ വഴിയെ നിർത്തിയിട്ട് ഈ പകൽ ദൈവത്തിന്റെ വഴികൾ ആ കരം ഉയർത്തിയിട്ട് പറ, ഞാൻ ദൈവത്തിന്റെ വഴികൾ കാണാൻ പോവുക. ആ പദം നന്നായി ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ വഴികൾ കാണാൻ പോകുക. ആ കണ്ണിലൊന്ന് കൈവച്ചിട്ട് പറഞ്ഞ്, ഈ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ കാണാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഹൃദയത്തിൽ തൊട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞതെങ്കിൽ, ഈ ദൂത് പൊട്ടനെ പോലെ നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയിട്ടോ, ഇത് നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കില്ല. ഈറനണിഞ്ഞ കണ്ണുമാ ഈ വേദിയിൽ വന്ന് നീ സാക്ഷി പറയാതിരിക്കില്ല. ഗിദെയോൻ പറയുന്നു, എൻ്റെ പിന്നിൽ 20,000 പേരുണ്ട്. ദൈവം പറയുന്നു, ആളെണ്ണത്തിൽ വലിപ്പം കൂടുതൽ 20,000-ത്തിനാ, പക്ഷെ എൻ്റെ പദ്ധതി അവരിലൂടെയല്ല. ഗിദെയോൻ ചോദിക്കുന്നു, 20,000 പേരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ദൈവം പറഞ്ഞു, നീയല്ലേ വിളിച്ചു കൂട്ടിയേ, നീയല്ലേ വിളിച്ചു കൂട്ടിയേ, വേറെ ഒന്നും ചെയ്യണ്ട. മിദ്യാനിയരെ പറ്റി 2 പൊക്കി ഒരു ഡയലോഗ്. ഹലോ, ശത്രുവിനെ പറ്റി ഒന്ന് നല്ല 2 പൊക്കൽ പൊക്കിയെന്ന് 2 ഡയലോഗ് അടിച്ചാൽ മതി. ഹലോ, ഗിദെയോൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, മിദ്യാനിയരാരെന്നറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാൾ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നവർ നമ്മുടെ നന്മയെല്ലാം കൊള്ളയടിച്ചു പോവുക. നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് ഭക്ഷിക്കാൻ ധാന്യമില്ല. നമ്മുടെ തലമുറകളെ വളർത്താൻ നമുക്ക് നിവർത്തിയില്ല. ഇങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ സ്ഥിതി എന്താകും? പാവം പിടിച്ച ഗിദെയോൻ ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയതോ, വന്നതിൽ പകുതിയും സ്ഥലം വിട്ടു. വന്നതിൽ പകുതിയും സ്ഥലം വിട്ടു. ഈ മസിൽ പിടിച്ചുള്ള ഇരിപ്പൊക്കെ, ഹലോ, ഈ മസിൽ പിടിച്ചുള്ള ഇരിപ്പൊക്കെ ഉള്ളൂ. ഒരു നല്ല പ്രതിസന്ധി വന്ന ഇതിനകത്തുള്ള എത്ര എണ്ണം കൂടെ കാണുമെന്ന് 2025 ഞങ്ങളെ ദൈവം തെളിയിച്ചതാ. ഫലം പിടികിട്ടുന്നുണ്ടോ? അത് പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാ? ആരും കാണില്ല കേട്ടോ, കൂടെ ഉണ്ടാകുമെന്ന് പറയും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒറ്റ മനുഷ്യനും കാണില്ല. ഹലോ, ഇത് പറഞ്ഞ് ഗിദെയോൻ തിരിഞ്ഞു നോക്കിയപ്പോ 10,000 പേർ സ്ഥലം വിട്ടു. ഹലോ, 10,000 പേർ വന്നതിൽ 20,000 പകുതി പേരും സ്ഥലം വിട്ടു. ഗിദെയോൻ പറയുക, കർത്താവേ, പോയത് പോട്ട്, പോയത് പോട്ട്, ഞാൻ ഇതുവരെ കൊണ്ടുവന്നതാ,
ഞാനിത് അവരെ ഹേരോദ് ഉറവയുടെ അടുക്കൽ വരെ ഞാൻ കൊണ്ടുവന്നതാ. പക്ഷെ ഇന്നെന്റെ കൂടെ പകുതിയില്ല, പകുതി പേര് പോയി. എങ്കിലും 10,000 ഉണ്ടല്ലോ, അത് മതി. 10,000 പേര് ഉണ്ടല്ലോ, അത് മതി. ഗിദെയോനോട് അടുത്ത ദൈവത്തിന്റെ അരുളപ്പാട്, എടാ ഈ 10,000 പേരെ കൊണ്ടല്ല ഞാൻ മിദ്യാനിയരെ പിടിക്കാൻ പോകുന്നത്, ഇവരെ കൊണ്ടല്ല എന്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദെയോൻ ഇത് കേട്ടപ്പോൾ അവൻ അമ്പരന്നു പോയി. ശക്തന്മാരായ 10,000 എൻ്റെ കൂടെയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെയോ, വേറെയോ. നമ്മളായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുമായിരുന്നോ? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി, ദൈവമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ യുദ്ധത്തിന് പോവാ. പക്ഷെ ഗിദെയോനോട് ദൈവം പറഞ്ഞു, അതാ ക്രിസ്തു ഭക്തന്റെ പ്രത്യേകത. ദൈവം പറയുന്ന ഓരോ സ്റ്റെപ്പും എടുത്തു വച്ചാൽ നിന്റെ ജീവിതം ആദ്യം ശൂന്യമായി നിനക്ക് തോന്നും. പക്ഷെ അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ തകർക്കാനല്ല. ദൈവഹിതത്തിൽ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നവന്റെ ജീവിതം തകരില്ല. ഹലോ, ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഇവിടെ നിൽക്കുന്ന 10,000 പേരില്ലേ, അവരോട് വന്ന് ഹേരോദ് ഉറവയുടെ അടുക്കൽ. ശ്രദ്ധിക്കണം, അടുത്തതാണ് പോയിന്റ്. ഒരു നായി മുട്ടുകുത്തി നിൽക്കുന്നത് പോലെ. ഹലോ, ഒരു നായി, വീട്ടിൽ പോയി വായിക്കണം, ബൈബിൾ ഇല്ലാത്തതല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ചർച്ചിൻ്റെ പണി കംപ്ലീറ്റ് ഇട്ടാൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മോണിറ്റർ ഇട്ട് പറഞ്ഞു തന്നെ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നായി നിൽക്കുന്നത് പോലെ നീ 10,000 ആ ഉറവയുടെ ചുറ്റും നിർത്തണം, ചുറ്റും നിർത്തണം. എന്നിട്ട് അവരോട് പറയണം, നായി നക്കി കുടിക്കുന്നത് പോലെ ഈ വെള്ളം കുടിക്കണം. ഹലോ, ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനോട് പറയുക, ഒരു മനുഷ്യനോട് പറയുക, ഒരു നായി നിൽക്കുന്നത് പോലെ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി വെള്ളം നക്കി കുടിക്കുന്നത് പോലെ, നാവിട്ട് നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കണം. ഹലോ, എന്നിട്ട് ഗിദെയോനോട് മാത്രം പറയുക, ചിലർ മാത്രം നായി കുടിക്കുന്നത് പോലെ കുടിക്കും. ഹലോ, മറ്റു ചിലർ മുട്ടിൽ നിൽക്കും, പക്ഷെ വെള്ളം കോരി കുടിക്കും. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ചിലർ നായി കുടിക്കുന്നത് പോലെ കുടിക്കും, മറ്റു ചിലർ മുട്ടിൽ നിന്ന് വെള്ളം കോരി കുടിക്കും. ഗിദെയോൻ നോക്കി നിന്നപ്പോ 10,000 പേരിൽ 9,700 പേരും, 9,700 പേരും മുട്ടുകുത്തി നിന്നു, വെള്ളം കോരി കുടിച്ചു. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച വെറും 300 പേർ. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, ഒരു മിഥ്യാനിയരെ തോപ്പിക്കാൻ ആൾബലമല്ല വേണ്ടത്, അനുസരണയുള്ള 300 അനുസരണയുള്ള 300 ഞാൻ കൊതിക്കുന്നു. ദൈവ വ്യവസ്ഥയിൽ ജീവിക്കുന്ന 300 ഉണ്ടെങ്കിൽ ഈ ലോകത്തെ പിടിക്കാം. വല്ല പിടി കിട്ടുന്നുണ്ടെങ്കിൽ നന്നായി ദൈവത്തെ സ്തുതിക്കണം. പ്രിയരെ, നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കണോ? നിന്നിൽ അനുസരണ വെളിപ്പെടണം, നിന്നിൽ അനുസരണ വെളിപ്പെടണം. നിന്റെ ജീവിതത്തിനകത്ത് ദൈവഹിതം വെളിപ്പെടണോ? അനുസരണ വെളിപ്പെടണം. ഹലോ, 9,700 പേരും മുട്ടിൽ നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോ മറ്റു 300 നായി കുടിക്കുന്നത് പോലെ നക്കി കുടിച്ചു. ദൈവം പറഞ്ഞു, ഈ 9,700 പേരോട് വീട്ടിൽ പോകാൻ പറ, എനിക്ക് മിഥ്യാനിയരെ പിടിക്കുക, 300 പേര് മതി. ഈ പകൽ എണ്ണത്തിൽ ചെറുപ്പം എനക്ക് തോന്നിയാൽ ദൈവത്തിന് ഈ പട്ടണത്തെ പിടിക്കുക, നമ്മുടെ സഭയെ ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലായവരുണ്ടെങ്കിൽ മനസ്സിലായവർ
വൈഡബാല ഹടചരാര ഹംസരാധരംസബാല. ഓ റിബരമനകൽക്കബ. ദൈവം ആളെണ്ണത്തിന്റെ കൂടെ നിൽക്കുന്നവനല്ല. ദൈവം മൈനോരിറ്റിയുടെ ദൈവമാണ്. അവൻ ഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല, അവൻ ന്യൂനപക്ഷത്തിന്റെ കൂടെ ഇറങ്ങുന്നവനാണ്. ഈ പകൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ഓ വൈഡബാല ഹടചരാധ വൈഡബാല നന്നായി കരമടിച്ച് ദൂത് സ്വീകരിച്ചു. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടുക. ഞാൻ ഈ പകൽ പ്രവചിക്കുക. നിന്റെ കുടുംബത്തെ തൊട, നിന്റെ കുടുംബത്തെ തൊട. Oh, Shabarabarabalagadagatharagalkhaba. Oh, ha. Yes, 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 yes. കത്തിട്ട് വിളിയുള്ള 300 എണ്ണം ഇവനകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ദൈവിക പ്രമാണം അനുസരിക്കും. ഓ റിബരബലഘടക എമ്പിനെന്ന് തിരിച്ചു ചോദിക്കാത്ത അഭിഷിക്തന്മാരെ കൂടെ നിന്ന് വിദ്യാനികളോട് പോരടിക്കും. Shadabara Hatagathara Thara Thara. Oh Shabarabaraba. Amen. പ്രിയരേ, ഞാൻ ഇങ്ങനെ പറയാം, ജീവിതം വിജയകരമാകണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ അനുസരിക്കണം. ദൈവം പറഞ്ഞു 10,000 എണ്ണത്തെ എനിക്ക് വേണ്ട, ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കുന്ന 300 എണ്ണത്തെ എനിക്ക് മതി. എനിക്ക് 300 എണ്ണത്തെ മതിയെന്നേ, എനിക്ക് 300 എണ്ണത്തെ മതി. ഇപ്പകൽ ഞാൻ കൊതിക്കുന്നു, ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന 300 ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരട്ടെ. എന്തിനു വേണ്ടി? പിതാക്കന്മാരുടെ കാലം മുതൽ മിഥ്യാനിയർ കൊണ്ടുപോയ ചിലവ് തിരിച്ചു പിടിക്ക. നമ്മുടെ അപ്പന്മാർ, നമ്മുടെ പിതാക്കന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചവർ. മക്കളെ, നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. ആ 300-ൽ 1 ദൈവമേ നീ എന്നെ കാണണേ. എനിക്ക് ഗിദെയോനൊന്നും ആകണ്ട, എനിക്ക് മുമ്പിലൊന്നും നിൽക്കണ്ട. പിൻപിലാണേലും ദൈവം പറയുന്നത് ചെയ്യാൻ, ദൈവം പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ എന്നെ ഒന്നും ഉപയോഗിക്കണേ. അതാണ് ഒരു ദൈവദാസൻ. അവന്റെ പേരാണ് ശുശ്രൂഷകൻ, അവന്റെ പേരാണ് ദൈവവൈതൽ. ശ്രദ്ധിക്കണേ, 9,700 പേരും വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഗിദെയോൻ 300 പേരെ നിർത്തിയിട്ട് പറഞ്ഞു. 300 പേര് ഓടിപ്പോയി വാളെടുക്കുക, പരിചയം എടുക്കുക, യുദ്ധത്തിനല്ലേ. ഗിദെയോൻ പറഞ്ഞു, വാളുകൊണ്ടുള്ള യുദ്ധമല്ല. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? നമ്മുടെ നന്മ കൊണ്ടുപോയി. സത്യ വർഷങ്ങളായി നമ്മൾ അവരെ ഭയന്ന ജീവിക്കുന്നേ, പക്ഷെ വാളുകൊണ്ടുള്ള യുദ്ധം അല്ല. ഗിദെയോൻ അവരോട് പറഞ്ഞു, 1-ാം യാമം അവസാനിക്കുമ്പോൾ, നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, 2-ാം യാമത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുടമെടുക്കണം. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒരു കുടമെടുക്കണം. ഒരു കുടം നിങ്ങളുടെ തോളിലെടുക്കണം. ഒരു പന്തം കയ്യിലെടുക്കണം. അല്ലോ, അവിടെ അങ്ങനെയാണ് പറയുന്നത്. ഒരു
കുടം തോളിലും ഒരു പന്തം ഇടത്തെ കയ്യിലും വലത്തെ കയ്യിൽ കാകളമെടുക്കണം. കുടം, പന്തം, കാകളം മൂന്നുമായി, ശ്രദ്ധിക്കണം, മൂന്നുമായി രാത്രി തുടങ്ങുമ്പോൾ, 1-ാം യാമം 6 മണിക്ക് ആരംഭിക്കുമ്പോൾ, ആമേൻ, അത് 9-ാം മണി നേരമാകുമ്പോൾ അവസാനിക്കുന്നതിന് മുമ്പ് 2-ാം മണി, ആമേൻ, 2-ാം യാമത്തിന്റെ മുൻപിൽ മിദ്യാനിയരുടെ പ്രത്യേകതയുണ്ട്. 1-ാം യാമം കഴിയുമ്പോൾ അവർക്ക് ഡ്യൂട്ടിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അവർക്ക് ഡ്യൂട്ടിക്ക് ഷിഫ്റ്റ് ഉണ്ട്. മിദ്യാനിയ സ്ഥലത്ത് കാവൽ നിൽക്കുന്ന കാവൽക്കാർ പിൻവലിഞ്ഞ് പുതിയ കാവൽക്കാർ ആമേ കാവൽ വസ്ത്രം ധരിച്ച്, ആമേ കാവൽ സെക്യൂരിറ്റിക്കാർ വരുന്നത് പോലെ കാവൽക്കാർ വരാ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയമുണ്ട്. ആ സമയത്ത് അവർ കാണാതെ 300 പേരായെന്ന എന്തുമായിട്ട് കുടം, പന്തം, കാകളവുമാ മിദ്യാനിയരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറണോ. 2-ാം മണി, ആമേ, 2-ാം യാമ ആരംഭമാകുമ്പോ ഗിദെയോനാകുന്ന ഞാൻ കാകളം ശബ്ദത്തിൽ ഉയർത്തുമ്പോ നിങ്ങളും മിദ്യാനിയരുടെ ഇടയിൽ നുഴഞ്ഞു കയറി കൂടമുടച്ച് പമ്പമുയർത്തി കാകളം ശബ്ദത്തിൽ ഉയർത്തുമ്പോ ഗിദെയോനെ, നീ യുദ്ധം ചെയ്യുമെന്നല്ല, the Lord of God, സൈന്യങ്ങളുടെ യുദ്ധവീരനായ ദൈവം ഇറങ്ങി വരൂ. ഈ പകൽ മാറാമവ സഭയല്ല, ഈ പകൽ ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു. കുഞ്ഞെ, ദൈവം ഇറങ്ങുമോ? സഹോദരി, ദൈവം ഇറങ്ങുമോ? സഹോദരനെ, ദൈവം ഇറങ്ങും. ഇതുവരെ നീ കാത്തിരുന്ന ഒരു ദൂതന് വേണ്ടിയല്ലേ കുഞ്ഞെ, ദൂതനല്ല. ഈ പകൽ ദൈവം ഇറങ്ങുക, ദൈവം ഇറങ്ങുക. ചുമ്മാ ഇറങ്ങല്ല, യുദ്ധം ചെയ്യാൻ ഇറങ്ങുക. യുദ്ധം ഈ പകൽ ഈ ദൂത് ഞാൻ ചുമ്മാ പ്രസംഗിക്കാൻ കയറി വമവല്ല. ഈ പകൽ ഒത്തുവാക്യം എടുത്ത് ചുമ്മാ വമവല്ല. ദൈവം എന്നോട് സംസാരിച്ച ദൂത ഞാൻ നിങ്ങളോട് കൈമാറുമേ. ഈ പകൽ ദൈവം ഇറങ്ങുക. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവമഹത്വം. ഈ പകൽ മനുഷ്യനല്ല കുഞ്ഞ്, ദൂതനല്ല, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. എഴുതിയിട്ട് ഈ നവംബർ മാസം 16-ാം തീയതി ദൈവം ഇറങ്ങുന്ന ആരാധന ഇവിടെ വെളിപ്പെടുമേ. ദൈവം ഇറങ്ങുന്ന ആരാധന ഇവിടെ വെളിപ്പെടുന്നേ. പ്രസംഗിക്കുന്ന സബിംബാസ്ര പേരിനൊന്നുമില്ല. സബിംബാസ്രയ്ക്ക് ഇവിടെ ഒരു റോളുമില്ല. ആരാധിക്കുമ്പോ നിനക്കൊരു റോളുമില്ല. ഈ പകൽ ദൈവം ഇറങ്ങും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിനക്കാൾബലം വേണ്ട, നിനക്കാൾബലം വേണ്ട. നിന്റെ കയ്യിൽ യുദ്ധത്തിന്റെ ആയുധങ്ങൾ വേണ്ട. നിന്റെ കയ്യിൽ ഒരു കൊടവും ഒരു പമ്പവും ഒരു കാകളവും മതി. അർത്ഥം, നീ ആരാധിക്കുന്നവനാണെങ്കിൽ നീ ആരാധിക്കും. ആരാധനയുടെ നടുവിൽ സൈന്യങ്ങളുടെ യഹോവ അവൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും.
Shabaratharakaba. Rantarababa. വർഷങ്ങളുടെ കെട്ട് ദൈവം പൊട്ടിക്കുക. വർഷങ്ങളുടെ ഞെരുക്കങ്ങൾ ദൈവം പൊട്ടിക്കുക. പിതാക്കന്മാരായി അനുഭവിച്ചു വന്ന കട്ടള ദൈവം പൊളിക്കുക. നിന്റെ നന്മ അപകരിച്ചു കൊണ്ടുപോയ മിഥ്യാനിയ കൂടാരങ്ങള് ദൈവം ഈ പകൽ തകർക്കുക. ദൈവസഭയ്ക്കകത്ത് ദൈവിക ശക്തി വ്യാപനം. തീ പോലെ ചിലത് പുറത്തു വരും. അമ്മ ചിലരെന്നെ നോക്കിയിരിക്കുക. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് സ്വീറ്റ്സ് എങ്കിലും കിട്ടി. ഇന്ന് പോകുമ്പോൾ അതുപോലും കിട്ടൂല. എന്നെ നോക്കിയിരുന്ന വല്ലതും പിടി കിട്ടിയോ? ആമേ. ഇന്ന് പകൽ ഇറങ്ങിയത് സബിംബാസല്ല, ദൈവം ഇറങ്ങിയേ. ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങിയേ. പോകുമ്പോൾ വല്ലതും പ്രാപിച്ചിട്ട് പോകാവോ? ദൈവത്തെ കൊണ്ട് കൂടാരത്തിൽ പോകാവോ? നീ വീട്ടിൽ പോകുമ്പോൾ നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ ലെവൽ മാറും. പിതാക്കന്മാർ അനുഭവിച്ച ചില കയ്പ് മീറുകള് എന്റെ ദൈവം ഈ പകൽ മധുര പ്രതികാരം ചിലവരോട് ചെയ്യും. Presence, the mighty presence of God. പ്രിയരെ കേട്ടോ, ഈ മിഥ്യാന്യരാരാ? ഇന്നലെ വരെ ഇസ്രായേലിനെ ഭയപ്പെടുത്തിയവരാ, ഇസ്രായേലിനെ ഭീതിപ്പെടുത്തിയവരാ. അവർക്കുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയവരാ. പക്ഷെ ദൈവം പറയുക, നീ കൊടമുടക്ക, നീ പന്തമുയർത്ത്, കാകളമൂത്. ആരിറങ്ങും? ഞാൻ യുദ്ധം ചെയ്യാനിറങ്ങും. ഓ ഗിദെയോനെ, 20,000 പേരല്ല, 10,000 പേരല്ല, ഈ 300 പേരല്ല. നിനക്ക് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുക. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ പോകുക. ആമേൻ. ഈ പകൽ ദൈവ യുദ്ധം ചെയ്യുക. പ്രിയരെ ശ്രദ്ധിച്ചേ, എൻ്റെ മുമ്പിൽ സമയമില്ല. ഇനി 3 യാമങ്ങളുണ്ട്. ഒന്നാമത്തെ തീർന്നില്ല. ശ്രദ്ധിക്കണേ. ആമേ. അത് പ്രാപിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. ഇന്ന് തൊട്ട് ട്രിവാൻഡ്രത്ത് ഞാനും പോകുന്നുണ്ട്. ആമേ. എങ്കിലും ഇത് പ്രസംഗിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പ്രാപിച്ചിട്ടേ പോകാവൂ. വലിയ വിടുതൽ ഇതിനകത്ത് സംഭവിക്കുക. എല്ലാവർക്കും നടക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ചിലർക്ക് സംഭവിക്കുന്നു. നമ്മുടെ ആലയത്തിൽ അത് സംഭവിക്കുന്നു. എന്റെ ശുശ്രൂഷയിൽ അത് സംഭവിക്കുന്നു. കുടുംബത്തിൽ അത് സംഭവിക്കുന്നു. ശ്രദ്ധിച്ചേ. കൊടമുടഞ്ഞു, പന്തമുയർത്തി, കാകളമൂതി. അപ്പോൾ എന്താ സംഭവിക്കുന്നേ? ഒന്നാമത്തെ യാമത്തിന്റെ അവസാനം, ഷിഫ്റ്റ് കഴിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി അങ്കിൾമാരുണ്ട്. അങ്കിൾമാർ ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്തയാൾ വരുന്ന സമയത്ത് ഡ്രസ്സ് മാറാൻ വേണ്ടി പോകും. അടുത്തയാളും അതേ സമയത്ത് ഡ്രസ്സ് മാറി ആയുധങ്ങളൊക്കെ ധരിച്ച് ഷിഫ്റ്റ് മാറി കാവൽക്കാരനായി, വാച്ച്മാനായി ദേശം കാവൽ ചെയ്യാൻ വരുന്ന സമയത്ത് ആരിറങ്ങി? ചുമ്മാ ദൈവം ഇറങ്ങിയില്ല, യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങി. യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? കാവൽക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ വെട്ടാൻ തുടങ്ങി. ശത്രുക്കൾ തമ്മിൽ വെട്ടാൻ തുടങ്ങി. ഈ പകൽ നിനക്കെതിരെ കൂട്ടുകൂടുന്ന ചില കൂട്ടുകൾ ദൈവം പൊളിക്കുന്നു.
ആരാ ദൈവസഭയ്ക്കവരെ കൂട്ടുകൂടിയത്? ആരാ ദൈവസഭയ്ക്കവരെ കൂട്ടൊരുക്കിയത്? ഈ പകൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവ ഫലിക്കട്ടെ. പിടിക്ക ആ ദൈവിക തൂത് പിടിക്ക. Amen. 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 തമ്മിൽ കൂട്ടുകാർ നേരെ തിരിഞ്ഞു. അവർ തമ്മിൽ വെട്ടി. ആമേൻ. ഈ പകൽ ശത്രുക്കൾ തമ്മിൽ വെട്ടുന്നു. നിന്റെ സഭയെ പൊളിക്കുമെന്ന്, നിന്റെ സഭയെ ദേശത്തു നോട്ടിക്കുമെന്ന്, നിന്റെ തലമുറകളെ തീർത്തു കളയുമെന്ന്, നിന്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കുമെന്ന് വിധി എഴുതിയവർ നോക്കി നിന്നവർ തമ്മിൽ വെട്ടുന്നു, തമ്മിൽ കലഹിക്കുന്നു. എഴുതിയിട്ടോ തമ്മിൽ യുദ്ധം. പ്രിയരേ, ആത്മാവിലൊരു ദൂത് കൈമാറാൻ പോകുന്നു. ഒന്നാം യാമത്തിന്റെ അവസാനം, നിന്റെ ജീവിതത്തിന്റെ യാമത്തിന്റെ അവസാനം ദൈവമിറങ്ങുന്നു. നിന്റെ ശത്രുക്കൾ തമ്മിൽ വെട്ടുന്നു. വചനം പറയുന്നു, ബാബേലിലെ ഭാഷകൾ തമ്മിൽ ദൈവം കലക്കി. ചിലതിൻ്റെ ഭാഷകൾ കലങ്ങുന്നു, ചിലതിൻ്റെ കൂട്ടുകെട്ടുകൾ പൊളിയുന്നു, ചിലത് തമ്മിൽ യുദ്ധം ചെയ്ത് സകലത് തകർന്നു നശിച്ചു പോകുമ്പോ ഈ പകൽ ജയം ആരാധിക്കുന്നവന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഹോഷമുയരാൻ പോകുന്നു. നിന്റെ വീട്ടിനകത്ത് കരിങ്കൊടി കെട്ടുമെന്ന്, നിന്റെ കുടുംബത്തെ മുച്ചൂടും പിടിക്കുമെന്ന്, നിന്റെ ആലയത്തെ പൂട്ടിക്കുമെന്ന്, ഈ ദേശത്ത് നോട്ടിക്കുമെന്ന് വെല്ലുവിളിച്ചവ. എമ്മറിയിൽ അസാധാരണ സാന്നിധ്യം, വലിയൊരു ധൈര്യം ഇതിനകത്ത് വെളിപ്പെടുക. പ്രിയരെ, കാകളമൂതിയപ്പോ, ദൈവം ഇറങ്ങിയപ്പോ കാവൽക്കാർ തമ്മിൽ, അവിടെ എഴുതിയിരിക്കുന്ന പദം അങ്ങനെയല്ല, കൂട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. അവർ തമ്മിൽ വെട്ടി. മിദ്യാനിയ ദേശത്തിലെ സകല യോദ്ധാക്കളും തകർന്നുപോയി. ദൈവം ഇറങ്ങുമ്പോഴേ 10,000 ഒന്നും വേണ്ട, 20,000 വേണ്ട, പ്രാർത്ഥിക്കുന്ന 300 എണ്ണം മതി. ചുമ്മാ പ്രാർത്ഥിച്ചാ പോരാ, കൊട മുടയണം. അതിൽ നമ്മളൊക്കെ പണ്ട് പാടിയത്, മൺകുട മുടയും തീ പന്തം കത്തും, അമ്മേ കാകളമുയരും. അത് ആരാധന വെളിപ്പെടുമ്പോ ദൈവമിറങ്ങി തമ്മിൽ വെട്ടി നേർക്ക് നേർ തിരിഞ്ഞു. മിദ്യാനിയർ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കാവൽക്കാരില്ല. വർഷങ്ങളായി അപഹരിച്ചു വച്ചിരുന്ന നന്മകൾ മുഴുവനും പേടിച്ചോടിയ 20,000 അല്ല, 10,000 അല്ല, അനുസരിക്കാത്ത 9,700 പേരല്ല, ഗിദയോനും 300 പേരും ചുമന്നു കൊണ്ടുപോയി. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാം.
ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയ ചിലത് ചുമന്നു കൊണ്ടുപോകും, ചിലത് ചുമന്നു കൊണ്ടുപോകും, ചില നന്മകൾ ചുമന്നു കൊണ്ടുപോകാൻ സമയമോ. ഓ എൻ്റെ മുമ്പിൽ സമയം എന്ത് ചെയ്യുന്നു? 5 മിനിറ്റ് കൊണ്ട് 3 യാമങ്ങൾ നമ്മൾ നോക്കാൻ പോവാ. രണ്ടാമത്തെ യാമം നിങ്ങൾ എടുക്കണ്ട, വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. ആമേ ലൂക്കോസിൻ്റെ സുവിശേഷം 12:38 എടുക്കണ്ട. ആ യാമത്തിൻ്റെ പ്രത്യേകത ഇരുള് അധികമാകുന്നതാണ്. 9 മണി മുതൽ, രാത്രി 9 മണി മുതൽ 12 മണി വരെയാണ് ഏറ്റവും ഇരുള് മൂടുന്നത്. പ്രതിസന്ധി ഏറുന്ന സമയം, പ്രതികൂലമേറുന്ന സമയം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16:25 നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാം യാമത്തിലാണ് പൗലൂസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചിട്ടത്. ബന്ധിച്ച് 2 പേരെ കൈകാലുകൾ യാമത്തിലാക്കി കിടത്തിയിരിക്കുകയാണ്. യാമത്തിലാക്കി കിടത്തിയിരിക്കുമ്പോൾ കൈകാലുകളെല്ലാം ബന്ധിക്കപ്പെട്ടു. യാമം 2, പക്ഷെ ബന്ധിക്കാത്തൊരു നാവുണ്ടായിരുന്നു. ബന്ധിക്കാത്തൊരു നാവുണ്ടായിരുന്നു. ഭക്തന്മാർ രണ്ടാം യാമത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. പാട്ടിന്റെ 4 ഈരടികൾ ഉയർന്നപ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഈ പകൽക്കാല ശത്രു വെട്ടേറ്റ് വീഴുക മാത്രമല്ല, നീ ചുമന്നു കൊണ്ടുപോക മാത്രമല്ല, നിന്റെ ആരാധനയിൽ ശത്രുവിന്റെ അടിസ്ഥാനങ്ങളെ എൻ്റെ ദൈവം കുലുക്കുന്ന പകലാണ്. ഈ പകൽ വിശ്വസിച്ച് കരമടിച്ച് ആ ബോധം സ്വീകരിക്ക്. ചിലതിന്റെ അടിസ്ഥാനം വരെ എൻ്റെ ദൈവം ഇളക്കും. രണ്ടാം യാമം പാട്ടുപാടിയവന് വേണ്ടി അടിസ്ഥാനം കുലുങ്ങി, അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ തകർന്നു. മൂന്നാം യാമത്തിലേക്ക് നമ്മൾ വേഗത്തിൽ പോകാം. നിന്ന് പ്രസംഗിക്കണം. അതൊന്ന് വായിച്ചാൽ കൊള്ളാം. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ വായിക്കണം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14:24 വായിച്ചാട്ടെ. പ്രിയരെ, പ്രഭാതയാമം, മൂന്നാമത്തെ യാമം 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. അത് സൂര്യൻ അസ്തമിച്ചിരിക്കും. നമ്മൾ രാത്രി എന്ന് പറയും, എങ്കിലും നമ്മുടെ വാച്ച് നോക്കിയാൽ 12 AM. പ്രഭാതയാമം. ആമേ. മൂന്നാമത്തെ യാമം. മൂന്നാമത്തെ യാമത്തിൽ യഹോവ മതി പ്രിയരെ, മൂന്നാം യാമത്തിൽ ശ്രദ്ധിക്കണം. ഇസ്രായേൽ പുറത്തു വരികയാ. 1-2 വർഷത്തെ അല്ല, 400 വർഷത്തെ അടിമവാസം. സൈഡിൽ പർവ്വതം, മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും, കൂടെ പിറുപിറുക്കുന്ന ജനം. മോശ പറഞ്ഞു, ഈ പരിപാടിക്ക് കർത്താവേ ഞാൻ ഇല്ല. ജനം പിറുപിറുക്കുക, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ദൈവം പറഞ്ഞു, എടാ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. മോശ ശ്രദ്ധിച്ചേ, മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുക. മോശയുടെ കരത്തിൻ്റെ മുകളിൽ അഗ്നിസ്തംഭം നിൽക്കുക. അർത്ഥം, മേഘസ്തംഭമായി അഗ്നിത്തൂണ. ദൈവം അവരോട് കൂടെ മിസ്രൈം മുതൽ നടന്നു വരിക. മുകളിൽ കർത്താവ് നിൽക്കുക, താഴെ മോശ നിൽക്കുക, മുൻപിൽ ചെങ്കടൽ നിൽക്കുക. ചെങ്കടലിലേക്ക് മോശ കരം നീട്ടി. ശ്രദ്ധിക്കണം, ചെങ്കടലിലേക്ക് മോശ കരം നീട്ടി. വചനം പറയുന്നു, അവൻ കിഴക്കൻ കാറ്റടിപ്പിച്ചു. ചെങ്കടലിൽ 2ആക്കി മാറ്റി. ഉണങ്ങിയ നിലമുണ്ടാക്കി. ഉണങ്ങിയ നിലത്തിലൂടെ മോശയും കൂട്ടാളികളും നടന്നു പോകുമ്പോൾ
മിരിയാം തപ്പെടുക്കുന്നു, ആർത്ത് പാടാൻ തുടങ്ങി. മിരിയാമിന്റെ പാട്ടിന്റെ കൂടെ ഇസ്രായേൽ ജനം മുഴുവനും പാടാൻ തുടങ്ങി. ഇസ്രായേൽ ജനം മുഴുവനും പാടി പാടി അക്കരെ എത്തിയപ്പോ അഗ്നിസ്തംഭമായി നിന്ന ദൈവം ചലിച്ചില്ല. മോശെ അപ്പുറത്തെത്തി, ഇസ്രായേൽ അപ്പുറത്തെത്തി. ദൈവം അവിടെ തന്നെ അങ്ങ് നിന്നു. ദൈവം അവിടെ തന്നെ അങ്ങ് നിന്നു. അഗ്നിസ്തംഭത്തിൽ നിന്ന് ദൈവം പ്രഭാതയാമത്തിൽ ഫറവോനെയും സൈന്യത്തെയും നോക്കി. അവരുടെ രഥചക്രങ്ങള് എന്റെ ദൈവം ചങ്ങടലിന്റെ നടുവിൽ തകർത്തു കളഞ്ഞു. വല്ലോം പിടികിട്ടിയോ മോശേ? ഞാൻ ഇസ്രായേലിന്റെ കഷ്ടത കണ്ടു. ഊരിയ വിചാരകന്മാരാലുള്ള നിലവിളി കേട്ടു എന്ന് പറഞ്ഞ ദൈവം ഊരിയ വിചാരകന്മാരെ വെറുതെ വിട്ടില്ല. പ്രഭാതയാമത്തിൽ അവരുടെ രഥചക്രങ്ങളെ തകർത്ത് ചെങ്കടലിൽ വല്ലം പിടികിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. പ്രഭാതയാമത്തിന്റെ പ്രത്യേകത ദൈവ ശത്രുവിന് ശവക്കുഴി വെട്ടിയ ശത്രുവിന് ചെങ്കടൽ ഒരു സെമിത്തേരിയാക്കി. Right, mighty Lord. Amen. Hallelujah. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. അതുവരെ ഫറവോനും രഥവും കുതിരയൊക്കെ തകർത്ത് മോശയുടെ പുറകെ വരികയാ. പക്ഷെ ദൈവം അവിടെ തന്നെ നിന്നു. ദൈവം അവിടെ തന്നെ തിന്നു. പ്രിയരെ, എല്ലായിടത്തും നിങ്ങൾ ചിന്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്നി തൂണ് ആമേൻ ഈ ജനം പോകുമ്പോ, അഗ്നിസ്തംഭം ഈ ജനം പോകുമ്പോ അവിടെ കൂടെ പോകും. ആമേൻ. അഗ്നി തൂണ് അഗ്നിസ്തംഭം നിൽക്കുന്നിടത്ത് അവർ പാളയം അടിക്കേണ്ടത് ആ പ്രമാണം. പക്ഷെ ഒരിടത്ത് മാത്രം ജനം പോയി, അഗ്നിസ്തംഭം പോയില്ല. ഒരിടത്ത് മാത്രം ജനം മറുകര കടന്നു. ആമേൻ. അഗ്നി തൂണായി ആമേൻ ദൈവം പോയില്ല. അവിടെ നിന്ന് ദൈവം നോക്കുകയായിരുന്നു. പ്രഭാതയാമത്തിൽ 12 മണി കഴിഞ്ഞപ്പോ ദൈവം ഫറവോനെയും അവന്റെ സൈന്യത്തെയും നോക്കിയപ്പോ രഥചക്രങ്ങൾ ചെങ്കടലിനകത്ത് തകർന്നു മുങ്ങിപ്പോയി. പിടികിട്ടിയവരുണ്ടെങ്കിൽ ഇന്നലെ വരെ നിന്നെ അടിമയാക്കി വെച്ച, ഇന്നലെ വരെ നിനക്ക് പീഡിപ്പെടുത്തിയ, ഇന്നലെ വരെ അപകരിച്ചു വെച്ച ചില സ്വാധീന ആമേൻ. ആ വചനം നിങ്ങൾ ധ്യാനിക്കണം. നിന്ന് പ്രസംഗിക്കുന്നതിന് കാരണം ആ വിടുതൽ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ദൈവം പോയില്ല. മോശ അപ്പുറത്തെത്തി, മിരിയാം പാടുന്നുണ്ട്, ജനമെല്ലാം ചെങ്കടൽ കടന്നു. പക്ഷെ ദൈവം ചെങ്കടലിന്റെ മധ്യത്തിൽ നിൽക്കുക. എടാ വാടാ ഫറവോനെ വാടാ, നിന്റെ കൂട്ടാളികളുമായി വാടാ. 400 വർഷം എന്റെ ജനത്തെ നീ അടിമയാക്കിയില്ലേ? അവിടെ ഊരിയ വിചാരകന്മാരെ കൊണ്ട് നീ അടിമ പണി ചെയ്യിച്ചില്ലേ? നിന്റെ രഥത്തെ ഞാൻ ചെറ്റിച്ച് ഈ ചെങ്കടലിനകത്ത് ഞാൻ നിനക്കൊരു പിടികിട്ടുന്നുണ്ടെങ്കിൽ ഈ പകൽ ദൈവന്മാരുടെയൊക്കെ രഥചക്രങ്ങൾ അവിടം കൊണ്ട് ആത്മീകമായൊരു ദൂത് ഞാൻ പറയാം. ദൈവം ഇസ്രായേലിൽ ജനത്തെ തകർത്ത് കളഞ്ഞ ഫറവോനെ നോക്കി. അടുത്ത പദം ഇങ്ങനെ, അവിടെ രഥചക്രങ്ങളെ തെറ്റിച്ചെന്നല്ല, രഥചക്രങ്ങളെ തകർത്തു എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ അവന് വേണ്ടി യുദ്ധം ചെയ്യുക. അഗ്നിസ്തംഭത്തിൽ നിന്ന് ദൈവം അവരെ നോക്കുക. പ്രഭാതയാമത്തിൽ രഥചക്രങ്ങളെ തകർത്ത് ചെങ്കടലിന്റെ അകത്ത് നടക്കാൻ കഴിയാത്ത രീതി ഒരു ആത്മീക ദൂത് ഞാൻ പറയട്ടെ, മാനുഷികമായ ആത്മീക ദൂത് ഞാൻ പറയട്ടെ. ഹലോ, അതുകൊണ്ടാണ് നാഗൽ സാഹിബ് പണ്ട് പാടിയത്, സമയമാം മലം പിടികിട്ടിയോ? രഥചക്രങ്ങളെ ഒടിച്ചെന്ന് പറഞ്ഞാൽ, തകർത്തെന്ന് പറഞ്ഞാൽ അവന്റെ അവസാനത്തെ മരണമണിയും അടിച്ചു.
വല്ലതും പിടികിട്ടിയോ? അവന്റെ രഥത്തെ, അവന്റെ ജീവിതമാകുന്ന രഥചക്രത്തെ ചെങ്കടലിനകത്ത് അവസാനിപ്പിച്ച് അവിടെ ഒരു കല്ലറ വെട്ടി സകല മിസ്രയീം സൈന്യത്തെയും അവിടെ അവിടെ എന്റെ ദൈവം അടക്കിയിട്ട്, അപ്പോൾ മോശ പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്നു കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണത്തില്ല. ദൈവം ഈ പകലാത്മാവിൽ ദൂത് കൈമാറുകയോ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാൾ കാണില്ല കുഞ്ഞേ. നിന്നെ കരയിച്ചവ്, നിന്നെ വേദനിപ്പിച്ചവ്, നിനക്കെതിരെ പദ്ധതി ഒരുക്കിയവ്, നിന്റെ സഭയെ പൂട്ടിച്ച കിളവിന്റെ രഥചക്രങ്ങള് എന്റെ ദൈവം തകർക്കും. ആമേൻ. പ്രഭാതയാമത്തിൽ അഗ്നിസ്തംഭങ്ങളുടെ നടുവിൽ ദൈവം ഫറവോനെയും സൈന്യത്തെയും നോക്കി അവിടെ രഥചക്രങ്ങളെ ഒടിച്ചു. ദൈവം അവരെ തകർത്തു. അതുകൊണ്ടാ പണ്ടത്തെ അപ്പച്ചന്മാർ പറയുന്നത്, പ്രഭാതയാമത്തിൽ എഴുന്നേറ്റിരുന്ന് കരയാൻ. ഞാൻ കൊതിച്ചു, ചർച്ച് സൗണ്ട് പ്രൂഫ് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊതിച്ചു. ആരെല്ലാം വന്നാലും വന്നില്ലേലോ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഓൾ നൈറ്റ് വേണം. ഒരുത്തനും പരാതിപ്പെടില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും വേണം. എന്തിനെന്നറിയാമോ? എല്ലാവരും കിടമുറങ്ങുമ്പോ അഗ്നിമയ രഥങ്ങളും കുതിരകളുമോ നിനക്കെതിരെ ശത്രു പദ്ധതിയിടുമ്പോ ദൈവച്ചെലവിന്റെ രഥത്തെ ഒടിക്കുമ്പോ പ്രഭാതയാമത്തിലാണ്. ഇപ്പൊ കൈയടിച്ചാൽ മാത്രം പോരാ, അപ്പോഴും വന്നിരുന്ന് കൈ അടിക്കണം. അമ്മേ, ഇപ്പൊ 100, 110 നിൽക്കുക, പാസ്റ്റർ 500 നിൽക്കല്ലേ, ഞങ്ങൾ ഒരു 200 വന്നില്ലെങ്കിൽ ഹല്ലേലൂയ. പ്രിയരെ, വചനത്തിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞേ. പ്രഭാതയാമത്തിലാണ് അടിമത്തങ്ങൾക്ക് അവസാനമുണ്ടാകുന്നത്. അവിടെയാണ് ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാൾ കാണാതെയാക്കുന്നത്. വല്ലം പിടികിട്ടുന്നുണ്ടോ? അവിടെയാണ് ശത്രുവിൻ്റെ രഥങ്ങൾ തകർന്നു വീണത്. നിന്ന് പ്രസംഗിക്കണം. 1-2 ആശയങ്ങൾ അതിനകത്തുണ്ട്, ഞാനതൊക്കെ വിടുക. നാലാമത്തെ യാമം 12 മുതൽ 3 വരെ പ്രഭാതയാമം. 3-ാം യാമം 3 മുതൽ 6 വരെ. നിങ്ങൾ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല, കഴിയുമെങ്കിൽ 4-ാം യാമത്തിലെങ്കിലും ഒന്ന് എഴുന്നേക്കണം. 4-ാം യാമത്തിൻ്റെ പ്രത്യേകത ദൈവം എഴുന്നേൽക്കുന്ന യാമം. അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവം ഉറങ്ങിക്കിടക്കുന്നല്ല, ദൈവം പ്രവർത്തിക്കാൻ എഴുന്നള്ളി വരുന്ന യാമം. ഞാൻ പറഞ്ഞു 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെയായി യാമം. ഈ യാമങ്ങൾ മുഴുവനും ഇരുളടഞ്ഞതാണ്. പക്ഷെ 4-ാം യാമത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ദൈവം നിനക്ക് വേണ്ടി പ്രകാശിക്കാൻ എഴുന്നള്ളി വരികയാണ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ മുമ്പിൽ സമയമില്ല. വചനം ഇങ്ങനെ പറയുന്നു, 4-ാം യാമത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മത്തായി 14:25, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12. നമ്മാമേൻ അവിടെയൊക്കെ 4-ാം യാമത്തെ കാണാൻ കഴിയുന്നുണ്ട്. 4-ാം യാമത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് പ്രിയരെ. വചനം ഇങ്ങനെ പറയുന്നു, അവൻ യവത്തപ്പം കൊണ്ട് അവൻ കൂടി വന്ന സകലർക്കും ആഹാരം കൊടുത്തു. അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം 12 കൊട്ട ബാക്കി വന്നു. 12 കൊട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുവേ. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോകുക. കർത്താവ് ചെയ്തത് കേൾക്കണമോ? ഞാൻ പറഞ്ഞല്ലോ, 1-ാം യാമത്തിലാ ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകുക. അക്കരയ്ക്ക് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് 1-ാം യാമം മുതൽ കർത്താവ് ഉറങ്ങുകയല്ലായിരുന്നു. കർത്താവ് പതിവ് പോലെ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി മലയിൽ കയറി. പതിവ് പോലെ യാമത്തിൽ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി, പിതാവിനോട് അപേക്ഷിക്കേണ്ടതിന് വേണ്ടി മലയിൽ കയറി കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. 1-ാം യാമവും 2-ാം യാമവും 3-ാം യാമവും വലിയ പ്രതിസന്ധി. 1-ാം യാമത്തിൽ ഇല്ലാത്ത പ്രതിസന്ധി 2-ാം യാമത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. 2-ാം യാമത്തിൽ
ജീവിതത്തിൽ ഇല്ലാത്ത പ്രതികൂലത്തിന്റെ ആഴ് മൂന്നാം യാമത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ശിഷ്യന്മാർ 12 പേരും ഇരിക്കുന്ന പടക് തകർന്ന് വീഴത്തക്ക നിലവാരത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചപ്പോ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. യാമകാലങ്ങളിൽ, യാമ സമയങ്ങളിൽ, ഇരുളടഞ്ഞ ജീവിതത്തിന്റെ മേഖലകളിൽ നീ കരയുന്ന ചില വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം കേട്ടിട്ടും കേൾക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ദൈവം എഴുന്നേൽക്കുന്ന ഒരു യാമമുണ്ട്. അതാണ് 4-ാം യാമം. എൻ്റെ ദൈവം എഴുന്നള്ളി വരും ഒരു യാമം. ഒറ്റ വാക്കി പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി. 3-ാം യാമം വരെ കർത്താവ് അനങ്ങിയില്ല. അവന്മാർ പിടിച്ചു നിൽക്കുമെന്ന് കർത്താവിന് അറിയായിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റ് വന്നപ്പോ അവർ നിലവിളിയുടെ മുൻപിൽ ദൈവത്തിന് അനങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, എഴുന്നേറ്റ് യാമാരംഭത്തിൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്കുക. അപ്പം മുതൽ തുടങ്ങിയ നിലവിളിയ. പ്രഭാതയാമം കഴിഞ്ഞു, 4-ാമത്തെ യാമം എത്തിയിട്ടും അവസാനിച്ചില്ല. മരണം മാത്രം മുൻപിൽ കണ്ടു നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ, എൻ്റെ ദൈവം മലയിൽ നിന്നിറങ്ങി. നോക്കിയപ്പോൾ പടകൊന്നും കണ്ടില്ല, പടകൊന്നുമില്ല. എൻ്റെ കർത്താവിന് യാത്ര ചെയ്യാൻ പടക് വേണ്ട. എൻ്റെ കർത്താവ് ആ സമുദ്രത്തിൻ്റെ പുറത്തുകൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തി. ഇന്ന് പകൽ നിനക്ക് പ്രതിസന്ധി എന്ന് തോന്നുന്ന പ്രതിസന്ധിയുടെ മുകളിലൂടെ ഈ പകൽ എൻ്റെ ദൈവത്തിന് നടക്കാൻ കഴിയൂ. അവൻ നടമിറങ്ങി വരുന്ന സമയമാ. 4-ാം യാമം. ഈ പകൽ ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടട്ടെ. നന്നായി കരമടിച്ചു വായ്കളെ തുറന്ന് ഈ പകൽ ശക്തിയോടെ വൈഡബാല ഹടദരാധ അക്ഷമാന വൈഡബാല അക്ഷമാന വൈഡരാധ അർത്ഥരേതനംശബാല. എടാ മെനക്ക, നിന്റെ പ്രതിസന്ധി വലുത്. എൻ്റെ കർത്താവിന് അവൻ്റെ മോളിലൂടെ മടക്കാൻ പറ്റുമെന്ന്, അവൻ്റെ മോളിലൂടെ എൻ്റെ ദൈവത്തിന് മടക്കാൻ പറ്റുമെന്ന്. ഇവിടെ ശിഷ്യന്മാർ 3-ാം യാമം വരെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഈ കുടിക്കുന്ന പ്രതിസന്ധിയുടെ മുകളിലൂടെ കർത്താവ് മലയിൽ നിന്നിറങ്ങി നടന്നു വരിക. എടാ, ഇവന്മാര് വിളിച്ചോണ്ട കർത്താവ് വമ്മവ്. പക്ഷെ ഈ കർത്താവിനെ കണ്ടപ്പോൾ അവന്മാര് വിളിക്കാൻ തുടങ്ങി, അയ്യോ ഭൂതം, അയ്യോ ഭൂതം വരുന്നേ അമ്മേ. കർത്താവ് പറയടാ, ഭൂതമല്ലടാ, ഇത് ഞാനാ. നിനക്കാശ്ചര്യമാകുന്ന രീതിയിൽ, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം ഈ പകൽ നിനക്ക് വേണ്ടി 4-ാം യാമത്തിൽ ഇറങ്ങി വരികയാ. നിന്ന് പ്രസംഗിക്കണം. ഒറ്റ വാക്കി നിർത്താം, നമ്മൾ ആരാധിക്കാൻ പോവാം. പ്രിയരെ, ഇതുവരെയും കർത്താവ് വെള്ളത്തിൻ്റെ മീതിലൂടെ നടന്നതായില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചെങ്കടൽ നമ്മൾ നേരത്തെ ചിന്തിച്ചു. ചെങ്കടൽ മുറിച്ച് 2ആയി. യോശുവയ്ക്ക് വേണ്ടി യോർദാനെ, ഏലിയാവിനും എലീശയ്ക്കും വേണ്ടി യോർദാനെ പുതപ്പ് കൊണ്ടടിച്ചപ്പോൾ 2ആയി. പക്ഷെ ഇതുവരെയും ആർക്കും വേണ്ടി കർത്താവ് വെള്ളത്തിൻ്റെ മീതെയുടെ നടന്ന് വന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, 4-ാം യാമം വ്യത്യസ്തമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന യാമം. ഇതുവരെയും വെളിപ്പെടാത്ത, ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മിന്നെക്കൊണ്ട് തെളിയിക്കുന്ന യാമമാണ് 4-ാം യാമം. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ നിർത്തുക. കർത്താവിനെ കണ്ടത് ശിഷ്യന്മാർ ഭൂതമെന്ന് പറഞ്ഞു. കർത്താവ് അടുത്ത് വന്നവൻ ചോദിച്ചു, നാഥാ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒരു തീരുമാനം ആയേനെ. 4-ാം യാമമാ ചിലതിൻ്റെ ജീവന ദൈവം പുറത്തെടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല പ്രിയരെ. ഈ 4-ാം യാമത്തിലാ പത്രോസിന് അങ്ങോട്ടൊരാഗ്രഹം.
നീ വെള്ളത്തിലൂടെ നടന്ന വന്നേ. വേറെ എല്ലാവരും വിറച്ചിരിക്കുക, ഭൂത. ഹലോ, ആ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. പത്രോസ് ചോദിക്കുക, നീ വന്നതുപോലെ എനിക്കും ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഈ തലമുറയിൽ അധികം ചെയ്യണോ? ഈ തലമുറയിൽ അധികം ചെയ്യണോ? എന്നോട് സംസാരിച്ച ദൂത, ഈ തലമുറയിൽ വ്യത്യസ്തമായി ദൈവം ഉപയോഗിക്കണോ? 4-ാം യാമത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. 4-ാം യാമത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ദൈവ ശബ്ദത്തിന് വേണ്ടി എഴുന്നേറ്റ് നിലവിളിക്കുക. ദൈവ ചെയ്വതിലും അധികം. ഇന്ന് പകൽ 4-ാം യാമത്തിൽ എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങാതെ കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഇതുവരെയും കാണാത്ത നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ യാത്രയിലാണെങ്കിൽ ഇരുന്ന് കരയുക. കാരണം 4-ാം യാമം അത്ഭുതങ്ങളുടെ യാമമാണ്. ഈ 4-ാം യാമത്തിലാണ് ഹെരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ ഇട്ടടച്ചപ്പോൾ ഈ 4-ാം യാമത്തിൽ ഉറങ്ങുന്ന പത്രോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിയത്. ആ യാമത്തിലാണ് വാതിലുകൾ തുറന്ന് ചിലത് സ്വതവേ തുറന്നത്. ഇന്ന് പകൽ പ്രാർത്ഥനാ ശൈലികൾക്ക് മാറ്റമുണ്ടാകട്ടെ. 4-ാം യാമം ദൈവപ്രവർത്തിയുടെ യാമമാണ്. ഇരുൾ മാറി സൂര്യൻ ഉദിച്ചുയരുന്ന യാമമാണ്. ഈ പകലെല്ലാം കണ്ണും ദൈവസ്ഥലം അടയട്ടെ. 1 മിനിറ്റ് ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ?